നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇനി ചോദിക്കുന്നത് വെച്ചാൽ ഫെയിലിയർ, ഡിസപ്പോയിൻമെന്റ്, കോൺഫ്ലിക്റ്റ് ഇതൊക്കെ യൂഷ്വലി പേരൻസ് അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഇൻസിഡൻസ് ഒക്കെ കാരണം കുട്ടികളോട് എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേ പറ്റും. അപ്പോൾ അവർ ഈസി ആയിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തെങ്കിലും വേ ഉണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് നോർമലൈസ് ചെയ്യാന്നുള്ളതാണ്. മിസ്റ്റേക്സ് നോർമലൈസ് ചെയ്യല്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ വീട്ടിൽ വന്ന് പറയാം, അത് സൗട്ട് ഔട്ട് ചെയ്യാന്നുള്ളത് നോർമലൈസ് ചെയ്യാന്നുള്ളതാണ്. പാരൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സിനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെ പാരൻ്റ് അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വന്നു എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ എൻ്റെ ഫാദറിനോട് അല്ലെങ്കിൽ മദറിനോട് പറയുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചലഞ്ചസ് വന്നു, നെക്സ്റ്റ് ടൈം അത് നമുക്ക് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ അവരോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെന്നെ ആൻസർ പറയുന്ന രൂപത്തിലാക്കുമ്പോൾ അവർക്ക് പുതിയൊരു ചലഞ്ച് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ് ലൈഫിൽ വരുന്ന സമയത്ത് അവർ തിങ്ക് ചെയ്യും, ഓക്കെ ഹൗ ടു ഓവർകം ഫ്രം ദിസ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. സോ ഇനി ചോദിക്കാൻ പോകുന്നത് ഒരു ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കുട്ടികൾ എപ്പോഴും ബോർ അടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ടോയ് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞ് വേറൊരു ടോയ് വേണമെന്ന് പറയും. അതിങ്ങനെ ടോയ്സ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കും. എപ്പോഴും ബോർ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വേ ഉണ്ടോ അത് മാറ്റിയെടുക്കാൻ? ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പാരൻസ് ബോർ അടിക്കാന്ന് പറയുമ്പോൾ പുതിയ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ക്വിക്ക് ഫിക്സിംഗ് ആണ് നടക്കുന്നത്. ക്വിക്കായിട്ട് ഇത് ഫിക്സ് ചെയ്യണം. കുട്ടി ബോർ അടിക്കുന്നു പറഞ്ഞു, വാട്ട് ഐ ക്യാൻ ഡു ക്വിക്ക്ലി എന്നുള്ളത്. സോ അതിന് പകരം കുറച്ച് ടൈം എടുക്കുക, തിങ്ക്, നമ്മളൊന്ന് ചിന്തിക്കുക എന്ത് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈമിലോട്ട് അവർ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഗുഡ് തിങ് ആണ് ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. അത് ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൂഗിളിൽ, യൂട്യൂബിൽ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്താലും അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈവൻ മാർക്കറ്റിൽ വരെ അങ്ങനത്തെ ഒരുപാട് ടോയ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഈ ഡോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിന്, ബ്രെയിൻ ആക്ടിവിറ്റീസിന് ടോയ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇവർ ഈസിലി അവൈലബിൾ ആണ്. അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, അവരൊന്നും കൂടി എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ്, പസിൽസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇനി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ പേരൻസും വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇവർ ഈ വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ടായിരിക്കും കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവർ ഭയങ്കര ഓവർവെൽഡ് ആയിരിക്കും. ചിലപ്പോൾ കുട്ടികളുമായിട്ട് മിണ്ടുമ്പോഴൊക്കെ അവർ ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യമൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് അവരൊന്ന് റിലാക്സ് ആയിട്ട് കുട്ടികളായിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസിലും ഇതൊരു കോറായിരിക്കും. ഒരു പെർഫെക്ഷൻ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ചെറിയ ചെറിയ മക്കൾ ഉണ്ടാകുന്ന കേസിലൊക്കെ അപ്പം ചെറിയ ചെറിയ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് പെർഫെക്റ്റിലോട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പാരൻസ് പറയുന്ന കേസ് ഉണ്ടാവും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു എന്നിട്ട് എനിക്ക് ഇതാണ് റിസൾട്ട് കിട്ടിയത് എന്നുള്ളത്. ഓക്കെ, എനിക്കൊരു സെൽഫ് ടൈം ഇല്ല എന്നുള്ളത്. സോ നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സെൽഫ് കെയറിന് ഒരു ടൈം കണ്ടെത്തുക. ഈവൻ എത്ര കോർ ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള ടൈം ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈമിൽ എനിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇപ്പം പാരൻറ്റിങ് ആകുമ്പോൾ മേ ബി ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, മേ ബി നിങ്ങളൊരു ഫസ്റ്റ് മദർ ആയിരിക്കാം, ഫസ്റ്റ് ഫാദർ ആയിരിക്കാം, ഫസ്റ്റ് ടൈം ആയിരിക്കും ആവുന്നുണ്ടാവുക. സോ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത കേസ് വേണമെങ്കിൽ യു ക്യാൻ സീക്ക് ഹെൽപ്പ്. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ചുറ്റും ആൾക്കാരുള്ള, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഹെൽപ്പ് ചോദിക്കാം. ഹൗ ടു ഓവർകം ദിസ്, ഇങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സഡൻ ആയിട്ടൊരു പെർഫെക്ഷൻ, ഇപ്പം ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു നാളെ എല്ലാം ഓക്കെ ആയിരിക്കും ഒരിക്കലും എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ ഒരു ഓവർവെൽമിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ പതിയെ ചെറിയ ചെറിയ എഫേർട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ടൊരു ടൈം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, റെഡിയാക്കി കൊണ്ടുവരാനേ ഈ ഒരു കേസിൽ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി പേരൻസ് റേസ് ഹാപ്പി കിഡ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർഡസ്റ്റ് ട്രൂത്ത് അബൌട്ട് പേരന്റിങ് ദാറ്റ് നോ വൺ വാണ്ട്സ് അബൌട്ട്. പലപ്പോഴും പേരൻസ് അവർക്ക് ഫസ്റ്റ് ടൈം ആണ് അവർ പേരൻസ് ആവുന്നത്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമുല ഇല്ല. ഇതുവരെ ആരും ഒരു ഫോർമുല കണ്ടെത്തിയിട്ടില്ല പാരൻറ്റിങ് ഇങ്ങനെ ആവണം, നിങ്ങളൊരു ഫസ്റ്റ് ഡേ പാരൻ്റ് ആവുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് ഓരോ കുട്ടിയും യുണീക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോ പാരൻസും യുണീക്കാണ്. അവർ ഓരോ കാര്യങ്ങൾ ട്രയൽ, മേ ബി അത് എറർ ആയിരിക്കും, മേ ബി അത് സക്സസ് ആയിരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ എപ്പോഴും ആൾക്കാർ പറയുന്നതാണ് പേരൻസ് എന്താണ് കുട്ടികൾക്ക് എപ്പോഴും റോൾ മോഡൽ ആവുന്നത്. പക്ഷെ എപ്പോഴും ഫസ്റ്റ് ടൈം പേരൻസ് ആവുന്നവർക്ക് എന്തായാലും റോൾ മോഡൽ ആവാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് അവർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, അവർ പഠിച്ചു വരികയായിരിക്കും. എങ്ങനെയാണ് ഒരു പേരന്റ് റോൾ മോഡൽ ആവുക കുട്ടിക്ക് വേണ്ടി? ഓക്കെ, സോ ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ലോകം കാണുന്നത് പാരൻസിലൂടെയാണ്. പാരൻസ് എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവരും ചെയ്യുന്നുണ്ടാവുക. സോ ബേസിക്കലി നിങ്ങൾ മേ ബി അവെയർ ആവണമെന്നില്ല. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ. ചിലപ്പോൾ അത് സക്സസ് ആകും, ചിലപ്പോൾ അത് എറർ ആയിരിക്കും. നിങ്ങൾ ഓരോ കാര്യങ്ങളും ട്രയലാണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൈൻഡ്നെസ് എങ്ങനെയാണ്, ഒരു പോസിറ്റീവ് സൈഡ് എലമെന്റ് ആണ് നിങ്ങൾ അവർക്ക് കൂടുതൽ കൊടുക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഇമോഷൻസ് വരുമ്പോൾ എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം, എങ്ങനെയാണ് ലോയാലിറ്റി അല്ലെങ്കിൽ കൈൻഡ്നെസ് ഹോണസ്റ്റി ഒക്കെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. സോ അത് റിപ്പീറ്റ്ലി അവർ ചെയ്തോളും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ തന്നെ റോൾ മോഡലായിട്ട് മാറിക്കോളും. അപ്പോൾ താങ്ക് യു അംഷിത ഫോർ ജോയിനിങ് us with today. സോ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാവും അല്ലേ? അപ്പൊ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൂ. പുതിയൊരു സീരീസിൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസ് കാണാനായി ആംഗിൾ വേലൻ സബ്സ്ക്രൈബ് ചെയ്യൂ.